തിരുവനന്തപുരം കഠിനംകുളത്തെ ക്ഷേത്ര പൂജാരി ഭാര്യയും മകനുമൊത്ത് സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചു പോന്നതാണ്. എന്നാൽ ഇപ്പോൾ പല വീടുകളിലും സംഭവിക്കുന്നത് പോലെ മൊബൈൽ ഫോണാണ് പൂജാരിയായ രാജീവിൻ്റെ കുടുംബജീവിതവും തകർത്തത്. പൂജാരിയുടെ ഭാര്യയെ രാവിലെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ വഴിവിട്ട സൗഹൃദമെന്നാണ് സൂചന. ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തിയപ്പോൾ ഭാര്യയെ കഴുത്തറുത്ത നിലയിൽ കണ്ടതായി പൂജാരി വെളിപ്പെടുത്തി. മകൻ സ്കൂളിൽ പോയ സമയത്ത് പട്ടാപ്പകലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. ഭർത്താവിൻ്റെ മൊഴിപ്രകാരം കൊച്ചി സ്വദേശിയായ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. എന്നാൽ രാജീവിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാടിക്കവിളാകം ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് രാവിലെ 11 മണിയോടെ വീട്ടിൽ തിരികെ എത്തുമ്പോഴാണ് ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഭർത്താവ് സമീപത്തുള്ള തയ്യൽക്കടയിലെ ഉടമയോട് വിവരമറിയിച്ചു. ഇവരാണ് മരണവിവരം പോലീസിനെ അറിയിച്ചത്. എന്നെ ഇവിടെ റോഡിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അണ്ണാ ആതിരയെ ആരോ കുത്തിക്കൊന്നിട്ടിരിക്കുന്നു. ഞാൻ പിന്നെ എന്ത് മറുപടി പറയാൻ? പിന്നെ ഞാൻ അപ്പൊ തന്നെ അവനെ വിളിച്ച് ഇവിടെ വരുത്തി, ഇവിടെ നിന്ന് അവനെ വിളിച്ചു വരുത്തി, പിന്നെ പോലീസിൽ വിളിച്ചു. 5 മിനിറ്റ് കൊണ്ട് പോലീസ് വന്നു. 8:30 മണിയോടെ ആതിര കുഞ്ഞിനെ സ്കൂളിലേക്ക് വാഹനത്തിൽ കയറ്റി വിടാനായി റോഡിൽ നിൽക്കുന്നത് കണ്ടതായി നാട്ടുകാർ പറയുന്നു. സ്കൂളിൽ 8:40 ഇവിടെ വണ്ടി വരും. കഴക്കൂട്ടത്ത് ജ്യോതിസ് സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ 8:40 വണ്ടിയിൽ അതിനെ കയറ്റി വിട്ടിട്ടാണ് ഈ കുട്ടി അങ്ങ് പോണത്. അതിനുശേഷം സംഭവിച്ചിരിക്കാം ഇത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ആതിര അമിതമായി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതിനെപ്പറ്റി രാജീവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തർക്കം നടന്നതായി സൂചനയുണ്ട്. എറണാകുളം സ്വദേശിയായ യുവാവുമായി ആതിര സൌഹൃദത്തിലായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതേ യുവാവിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും പോലീസിനോട് പരാതിപ്പെടേണ്ടതില്ലെന്നും പുറം ലോകമറിഞ്ഞാൽ ആതിര ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതായും രാജീവ് വെളിപ്പെടുത്തിയെന്ന് നാട്ടുകാർ. ഇങ്ങനെ ഒന്ന് കൊല്ലൂന്നൊക്കെ പറഞ്ഞെന്ന്. അങ്ങനെ പോറ്റി പറഞ്ഞ് ഞങ്ങൾ എന്നാ പോലീസിൽ അറിയിക്കാം, പിന്നെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ് വേണ്ട, പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തളയെന്ന് പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ഉണ്ടെന്നാണ് ഇങ്ങനെ പോറ്റി പറയണത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും എത്തി. വീടിന് പുറത്തുണ്ടായിരുന്ന ആതിരയുടെ സ്കൂട്ടർ കാണാതായിട്ടുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.